ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മീരയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ അതിനുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ടാവും. ഭഗവാൻ കൃഷ്ണൻ അത് നമുക്ക് പറഞ്ഞു തരും. ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഗുണം എന്താണ്? ഭക്തി. സത്യസന്ധതയെക്കാളും ഹാർഡ് വർക്കിനേക്കാളും മുകളിലാണോ ഭക്തി വരുന്നത്? അതെ, യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾ സത്യസന്ധനായിരിക്കും. അയാൾ ഈശ്വര സമർപ്പിതമായി ജോലി ചെയ്യുന്ന ആളായിരിക്കും. അപ്പോ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല ഗുണം യഥാർത്ഥ ഭക്തി തന്നെയാണ്. യെസ്. മീരയോടുള്ള ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. റിസൾട്ട് ഞങ്ങൾ മീരയെ അറിയിച്ചുകൊള്ളാം. ഇപ്പൊ മീരയ്ക്ക് പോകാം. താങ്ക് യു സർ. ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെ. അടുത്ത ആളെ വിളിക്കാൻ പറയൂ. മീരമോളെ. അമ്മാവാ, നീ എന്താ ഇവിടെ? ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാ. അമ്മാവൻ ഇവിടെ പോയതാ? എനിക്കിവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല, അങ്ങോട്ട് പോകുന്ന വഴിയാ. എന്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു? ദേവ ഗ്രൂപ്പിലേക്ക് ജോബ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഓ, ദേവ ഗ്രൂപ്പോ? നല്ല കമ്പനിയാണല്ലോ. ഞാൻ അവിടെ സബ് കോൺട്രാക്ടിന് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആണോ? എന്നിട്ട് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. റിസൾട്ട് ഒന്നും പറഞ്ഞില്ല, അറിയിക്കാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് കുഴപ്പം. നമ്മൾ ഇനി ഇത് പ്രതീക്ഷിച്ചിരിക്കണോ അതോ വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണോന്നൊന്നും പറയാതെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അതവർ 1-2 ദിവസത്തിനുള്ളിൽ മെയിൽ അയക്കും. റിജക്റ്റ് ആയാലും അയക്കും. നല്ല കമ്പനികളൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, മോൾ എന്റെ കൂടെ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഹരിയെ വിളിച്ച് പറഞ്ഞാ പോരെ? അല്ല, അമ്മാവിന് മീറ്റിങ്ങിനൊക്കെ പോണ്ടേ? ഞാൻ അച്ഛൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നോളാം. മുത്തശ്ശി നിന്നെ കാണാൻ വേണ്ടി ബഹളം വെച്ചോണ്ടിരിക്കുക. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ ആഴ്ച തന്നെ വരാമെന്ന്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നോണ്ട് അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അതാ കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റാതിരുന്നു. അത് സാരമില്ല. മോളെ, വിശാൽ കറക്കം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. വിശാലായിട്ട് നിന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലെങ്കിലും നിനക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പാവം, നാട് വിട്ട് കറങ്ങിയാലും നമ്മളൊക്കെ ഏട്ടന്റെ മനസ്സിലുണ്ടല്ലോ. മോളെങ്ങനാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ? ബസ്സില്. എന്നാ വാ, കേറിക്കോ. ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. അവിടെ നിന്ന് കയറിയാൽ ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. വാ. ശരി. അവരെന്ന് അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇല്ല, മേലിയാന്നാ പറഞ്ഞത്. 6 പേരിലെ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നത്? അതെ, പക്ഷെ 6 പേരും ആദ്യത്തെ ഇന്റർവ്യൂന്ന് പാസ്സായി വന്നവരാ. അതിന്ന് ഒരാൾക്കേ ജോലി കിട്ടൂ. ഇന്റർവ്യൂ ചെയ്തതൊക്കെ വീണ്ടും കണ്ടു നോക്കി തീരുമാനിക്കാനായിരിക്കും സമയമെടുക്കുന്നത്. അവരപ്പോ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്തിരുന്നോ? റൂമില് CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആരും അത് കണ്ടുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊള്ളാലോ.
ഹരിയേട്ടാ, സൂരജിന് എന്തോ പറയാനുണ്ടെന്ന്. സൂരജിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തിനാ ഒരു മുഖവരയൊക്കെ? കാര്യം പറഞ്ഞാ പോരെ? അത് ഞാൻ വെറുതെയുള്ള കറക്കമൊക്കെ നിർത്തി ഒന്ന് സെറ്റിൽഡ് ആവാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. ചെയ്തിരുന്നത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് നല്ലൊരു ക്വാളിറ്റിയാ. അവന് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ആണോ? എന്താ പ്ലാൻ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ബിസിനസ്? കാർ വാഷിംഗ് സെന്റർ. ഒരു സുഹൃത്തും കൂടി കൂടെയുണ്ട്. എന്നാലും 30 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും. നല്ലൊരു ബിസിനസ് ആവുമ്പോ അത്രയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ടും വരും, അല്ലേ ഹരിയേട്ടാ? വരും. നല്ല ലാഭമുള്ള ബിസിനസ്സാ. ഇപ്പോൾ ആർക്കും വീട്ടിൽ കാർ കഴുകാനുള്ള സമയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നല്ല തിരക്കുണ്ടാവും. ഒരേ സമയം 4 കാർ വരെ കഴുകാനുള്ള സെറ്റപ്പിലാണ് പ്ലാൻ ചെയ്യുന്നത്. നല്ല പ്ലാനാ അല്ലേ അച്ഛാ? പ്ലാൻ കൊള്ളാം. പക്ഷേ ഇതിനുള്ള ഫണ്ട് എവിടുന്നാ? അത് ഒരു ലോൺ ശരിയാക്കണം. ലോണോ? അതെ, ഹരിയേശൻ പറഞ്ഞ ബാങ്കിൽ നിന്ന് ലോൺ തരും. അതെ, ഹരിയേട്ടൻ ഗ്യാരണ്ടി കൊടുത്താൽ മതിയല്ലോ. ആ, പക്ഷേ സൂരജിന്റെ ക്യാരക്ടർ വെച്ച് ഇത്രയും രൂപ ലോൺ എടുക്കുന്നത് എങ്ങനെയാ? ഇന്നേ വരെ ഒരു കാര്യത്തിലും സൂരജ് ഉറച്ചു നിന്നിട്ടില്ല. ബീനയുടെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപയിലധികം ഉണ്ടായിരുന്നില്ലേ? അത് പഠിപ്പിനും സൈഡ് ബിസിനസിനും എന്നൊക്കെ പറഞ്ഞ് 25 ലക്ഷം രൂപ തീർത്തു. ഇനി ബാങ്ക് ലോൺ എടുത്ത് നശിപ്പിച്ചാൽ അതിന് സമാധാനം പറയേണ്ടി വരും. അതൊക്കെ സൂരജിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അവനതൊക്കെ ശ്രദ്ധിച്ചോളും. ബീന സൂരജിനെ ബ്ലൈൻഡ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും നാളായിട്ടും ഒരു കാര്യത്തിലും സൂരജ് മനസ്സുറച്ച് നിന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മളല്ലാതെ ആരാ ഹരിയേട്ടാ അവനെ സഹായിക്കാനുള്ളത്? മീര വിദേശത്ത് പോകുന്നില്ലെന്ന് പറഞ്ഞു. മീര പോകാതെ സൂരജിനൊരു അവസരം കിട്ടാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാതെ അവൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു ജോലി 1 വർഷം തികച്ച് ചെയ്താൽ ഞാൻ ലോൺ വാങ്ങിത്തരാം. അല്ലാതെ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ 1 വർഷമെങ്കിലും ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് സൂരജിനുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. ശരി, അത് ഞാൻ ചെയ്യാം. മീരയുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി ശരിയാക്കി താ. മീര അവിടെ HR-ലല്ലേ? ഞാനോ? എനിക്കതിന് ജോലി കിട്ടിയില്ലല്ലോ. ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞു, പക്ഷെ ഞാൻ പാസ്സായി ഇല്ലെന്ന് റിസൾട്ട് പോലും വന്നിട്ടില്ല. ഇനി വന്നാലും ആ കമ്പനിയിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അവിടെ റെക്കമെൻഡേഷനിലൊന്നും കയറി പറ്റാൻ സാധിക്കില്ല. സൂരജ് വേറെ ജോലി അന്വേഷിക്കണ്ട. എന്റെ കൂടെ നിന്നോളാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് ശരിയാവില്ല. എങ്കിൽ സൂരജ് തന്നെ ഒരു ജോലി കണ്ടുപിടിച്ച് ഇടയ്ക്ക് കളഞ്ഞിട്ട് പോവാതെ 1 വർഷം ചെയ്യ്. ഇതൊന്നും നടക്കില്ലെന്ന് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞല്ലേ. നാശം. പോവല്ലേടാ, ഈ രാത്രിയിൽ നീ എവിടെ പോവാ? ഹരിയേട്ടാ, അവൻ പോയി. അവനെ ഒന്ന് വിളിക്ക് ഹരിയേട്ടാ. നമുക്ക് പൈസ ഇല്ലല്ലോ വലുത്. ആ ലോൺ അങ്ങ് എടുത്തു കൊടുക്കാം. നീ അവനെ സ്നേഹിച്ച് നശിപ്പിക്കരുത് ബീനെ. അവന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാ ഞാനിതൊക്കെ പറഞ്ഞത്. അതിലെന്തായാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. മോളെ, എന്താ ബിനമ്മേ? മോളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എനിക്ക് നമ്മുടെ സൂരജിന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് മോളെ. നീ എന്നും പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുന്നതല്ലേ. അവന് നല്ല ബുദ്ധി തോന്നാനും അവന്റെ പ്രശ്നങ്ങളൊക്കെ തീരാനും മോള് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ ബീനാമ്മ പറയാതെ തന്നെ ഞാൻ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളാ.
നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയും തറവാട്ടിലെ എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ടും അവൻ എന്താ മോളെ ഒരു കരക്കെത്താത്തത്? എവിടെയെങ്കിലും കൊള്ളാവുന്നൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്റെ മനസ്സിലെ തീ ഒന്ന് കുറഞ്ഞേനെ. ഇപ്പോഴത്തെ കമ്പനികളൊക്കെ റിസൾട്ട് ഓറിയന്റഡ് ആയ വർക്ക് ചെയ്യുന്നത്. അവർക്ക് നല്ല പോസ്റ്റിലേക്കെല്ലാം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ വേണ്ടത്. ഒരാൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റൂ. അതെ, പക്ഷേ ആദ്യം ജോലി കിട്ടണമെങ്കിൽ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വേണം. സൂരജിന് സപ്ലി ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാ. അതെ, മോള് പറഞ്ഞത് വളരെ ശരിയാ. അവന് മോളെ പോലെ പഠിക്കാനോ പഠിച്ചതെല്ലാം ഓർമ്മ വെച്ച് പരീക്ഷ എഴുതി പാസ്സാവാനോ ഒന്നിനുമുള്ള കഴിവില്ല. അവനെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിരിക്കും. അത് തുടങ്ങാനാണെങ്കിൽ മുതൽ മുടക്കാനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല. പിന്നെ ആകെയുള്ളൊരു വഴിയെന്ന് പറഞ്ഞാ ലോൺ എടുക്കുന്നത് മാത്ര. അതിനാണെങ്കിൽ ഹരിയേട്ടൻ സമ്മതിക്കേയില്ല. പക്ഷേ മീരമോളൊന്ന് ഹരിയേട്ടനോട് പറഞ്ഞ ഹരിയേട്ടൻ കേക്കും. അവന് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഹരിയേട്ടൻ ലോൺ വാങ്ങിക്കൊടുക്കും. ബീനാമ്മേ, ഇങ്ങനെ സൂരജിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ മനുഷ്യരും ഓരോ സമയത്താ ജീവിതത്തിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. സൂരജിന്റെ ജീവിതത്തിൽ ശരിയായ വഴികളിലേക്ക് എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കും. സ്വാഭാവികമായിട്ടും സൂരജ് അതിലേക്ക് എത്തിച്ചേരും വരെ നമ്മൾ ബഹളം ഉണ്ടാക്കാതെ കാത്തിരിക്കുക വേണ്ടത്. അങ്ങനെ കാത്തിരുന്ന അവൻ എത്തിച്ചേരുന്നത് വല്ല പെരുവഴിയിലും ആയിരിക്കും. എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല. മോളെ, നീ ഹരിയേട്ടനോട് പറഞ്ഞ് അവനൊരു ലോൺ വാങ്ങിക്കൊടുത്താ അത് വലിയ ഉപകാരമായിരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കില്ല ബീനാമ്മേ. അച്ഛൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ 1 വർഷം ഒരു കുഴപ്പമുണ്ടാക്കാതെ എവിടെയെങ്കിലും ജോലി ചെയ്താ ലോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞത്. അതിപ്പോ ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ മാറ്റാൻ പോകുന്നില്ല. എന്നാലും നിനക്കൊന്ന് ഹരിയേട്ടനോട് പറയാൻ വയ്യ അല്ലേ? ഒന്ന് വായ തുറന്ന് മൊഴിഞ്ഞ വായിന്ന് മുത്തൊന്നും കൊഴിഞ്ഞു വീഴില്ലല്ലോ. അവനും നിന്റെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയല്ലേ? അവനൊന്ന് രക്ഷപ്പെടുന്നതില് നിനക്കെന്താ ഇത്ര കുശുമ്പ്? ഇതൊന്നും നല്ലതിനല്ല മോളെ. വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരു ജോലി വാങ്ങിച്ചിട്ട് ഇവനെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞാ നിനക്ക് വയ്യ. ഇപ്പൊ ഹരിയേട്ടനോടൊന്ന് സംസാരിച്ച് ഒരു കാര്യം നടത്തി തരാൻ പറഞ്ഞാ അതും നിനക്ക് വയ്യ. പിന്നെ നിന്നെ കൊണ്ട് എന്താ പ്രയോജനം? സൂരജ് എവിടെയെങ്കിലും 1 വർഷം മര്യാദയ്ക്ക് ജോലി ചെയ്താ ഈ പ്രശ്നമൊക്കെ തീരില്ലേ? അതിന് അവന് മനസ്സിന് പിടിച്ച് എവിടെയെങ്കിലും അവന് ജോലി കിട്ടണ്ടേ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബീനാമ്മേ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്നല്ലോ. അപ്പൊ നിനക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി നീ വലിയ സഹായം ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ, സൂരജിന്റെ അച്ഛൻ ഹരിയാണോ സംസാരിക്കുന്നത്? അതെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തു പറ്റി? നിങ്ങളുടെ മകൻ സൂരജിനെ കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ. ഹലോ, ഞാൻ ഉടനെ എത്താം സാർ. ആ ശരി. ബീനാമ്മേ, ഇങ്ങനെ കരയാതെ. അച്ഛനും അമ്മാവനും ഒക്കെ പോയിട്ടുണ്ടല്ലോ. സൂരജിന് ഒരു കുഴപ്പവും പറ്റാതെ അവരിങ്ങ് കൊണ്ടുവരും. ബീനാമെന്ന് സമാധാനിക്കുക. ഞാൻ എങ്ങനെ സമാധാനിക്കും? ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണോ ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയത്? അവന്റെ ഒരു ഇഷ്ടവും ഞാൻ ഇതുവരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. മോളെ, കഞ്ചാവൊക്കെ കൈവച്ച് പിടിച്ചാ അത് വലിയ കുറ്റമല്ലേ? അവരെ പിടിച്ച് ജയിലിലിടുവോ? ഹരിയേട്ടൻ ചെന്നിട്ട് ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അവിടെ എന്താന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അവിടെ നിന്ന് എപ്പോഴും ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതായിരിക്കും അച്ഛൻ വിളിക്കാത്തത്. സൂരജിന്റെ കൂട്ടുകെട്ടൊന്നും ശരിയല്ലെന്ന് ഞാൻ അവനോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ.
അപ്പോ അവൻ അതൊന്നും വകവെച്ചില്ല. ഇപ്പൊ പോലീസ് പിടിച്ചത് കണ്ടോ? അവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ അവൻ അത് വാങ്ങിച്ച് കൈവെച്ചപ്പോഴായിരിക്കും പോലീസ് പിടിച്ചത്. അല്ലാതെ എന്റെ മോൻ ഇതൊന്നും ഉപയോഗിക്കില്ല. സൂരജ് ഇറങ്ങ. നിക്കടാ അവിടെ. ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ നീ ഈ മാതിരി ചെയ്തൊക്കെ ചെയ്യുന്നത്? ഇതിനാണോ നിന്നെ ഞാൻ ഇത്രയും നാളും വളർത്തിയത്? നാട്ടുകാരുടെയും പോലീസുകാരുടെയും മുമ്പിൽ നാണം കെട്ടിട്ടാ വരുന്നത്. മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാ വീട്ടിലിരിക്കുന്നവർ എന്ത് ചെയ്യും? എനിക്ക് ബിസിനസ് തുടങ്ങാൻ ഒരു ലോൺ എടുത്തു തരാൻ ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്കാർക്ക് അതിന് വയ്യല്ലോ. എനിക്ക് കാശ് വേണം. പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന പണിയെ ഞാൻ ചെയ്തോളൂ. സമയം ശരിയല്ലാത്തതുകൊണ്ട് എന്നെ പോലീസ് പിടിച്ചു. സമയം ശരിയല്ലാത്തോണ്ടല്ല, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടാ പോലീസ് പിടിച്ചത്. ലോൺ എടുത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്കൊക്കെ പോകുമായിരുന്നോ? അതെങ്ങനെയാ? ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ലല്ലോ. വല്ലവന്റെ മകനെ എന്തിനാ നിങ്ങൾ സഹായിക്കുന്നത്? ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയിലില്ല. നീ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം തെറ്റാണെന്നും നിന്നെ ന്യായീകരിക്കരുതെന്നും ഹരിയേട്ടൻ എന്നോട് പറയുമായിരുന്നു. അതനുസരിക്കാതെ എന്റെ വിവരക്കേടുകൊണ്ട് നിന്നെ ഞാൻ ലാളിച്ച് വഷളാക്കി. അതിന്റെ ഫലവാ ഞാനിപ്പൊ ഈ തീ തിന്നോണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ ഈ പറഞ്ഞതിനും ഇതുവരെ ചെയ്തു കൂട്ടിയതിനും എല്ലാം ഹരിയേട്ടനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി നീ ഈ വീട്ടിൽ താമസിച്ചാ മതി. എനിക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്റെ വഴി നോക്കാൻ എനിക്കറിയാം. സൂരജേ, നിക്ക്. എന്നോട് നീ മാപ്പൊന്നും പറയണ്ട. നീ അകത്തേക്ക് കയറിപ്പോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വെറുതെ അതൊക്കെ പറഞ്ഞ് പ്രശ്നം വഷളാക്കണ്ട. സൂരജ് അകത്തേക്ക് പോയേ. ഞാനൊന്ന് വഴക്കു പറഞ്ഞാലോ തല്ലിയാലോ എല്ലാം ഉപേക്ഷിച്ചു പോകാനുള്ളതേ ഉള്ളൂ അല്ലേ? എന്റെ ഈശ്വര, എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഞാൻ എന്റെ മോനെ വളർത്തിക്കൊണ്ടു വന്നത്. ഇത്രയൊക്കെ അനുഭവിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ബീനയുടെ കരച്ചിൽ നീ കാണുന്നില്ലേ? എന്നെ മീരി നീ വകവെക്കണ്ട. ബീനയെ നിനക്ക് ആരും എല്ലാം തോന്നുകയാണെങ്കിൽ നീ നിന്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. ഞാനും മനോജും പലരുടെയും കാല് പിടിച്ചിട്ടാ കേസാവാതെ ഇറക്കിക്കൊണ്ട് വന്നത്. CI അത് എക്സൈസുകാരെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. ഇനിയെങ്കിലും ഇത്തരം കേസുകളിൽ ചെന്ന് ചാടരുതെന്ന് അവനോട് പറയണം. ഉടനെ ഒന്നും പറയണ്ട, പതിയെ സമയമെടുത്ത് പറഞ്ഞാൽ മതി. ബീനമ്മേ, കരയല്ലേ? വാ, അകത്തേക്ക് പോ. വാ. സൂരജേ, ഡാ എഴുന്നേറ്റേ, നേരം വെളുത്തു. എടാ എഴുന്നേക്ക്. നീ വെറുതെ ഉറക്കം നടിച്ചു കിടക്കാന്ന് എനിക്കറിയാം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എഴുന്നേറ്റേ. അമ്മയൊന്ന് പോയേ. വെറുതെ രാവിലെ തന്നെ ഉപദേശിച്ച് വെറുപ്പിക്കരുത്. ഒന്നാമത് ഞാൻ രാവിലെ കിളിപോയി കിടക്കുക. ഉപദേശം കേൾക്കാൻ ഒരു മൂടുമില്ല. ഞാൻ ആരെ ഉപദേശിക്കാനൊന്നും വന്നതല്ല. പക്ഷേ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയണം. അമ്മ തെറ്റിയതെന്ന് ആരാ പറഞ്ഞത്? ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാ. അതിൽ വേറെ ആർക്കും ഒരു ബാധ്യതയില്ല. ഇല്ലേ? നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവാദിത്തം ഇല്ലേ? അങ്ങനെ വരണമെങ്കിലേ ഞാൻ നിന്നെ പ്രസവിക്കാതിരിക്കണമായിരുന്നു. നീ ചെയ്തു കൂട്ടുന്ന ഓരോ കൊള്ളരുതായ്മയ്ക്കും തകരുന്നത് എന്റെ നെഞ്ചാണ്. പെറ്റ വയറിന്റെ നോവറിയാത്ത നിന്നോടെ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ലെന്നറിയാമെങ്കിൽ പിന്നെന്തിനാ സംസാരിക്കാൻ വരുന്നേ?
എന്നെ എന്റെ വഴിക്ക് അങ്ങ് വിട്ടാ പോരെ? നീ നിന്റെ വഴിക്ക് പോയല്ലേ ഇങ്ങനെ പിഴച്ചു പോയത്. ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബിസിനസ് തുടങ്ങാൻ കാശ് ചോദിച്ചിട്ട് ആരെങ്കിലും എനിക്ക് തന്നോ? ആരും സഹായിക്കാത്തോണ്ട് ഞാൻ എന്റെ വഴി നോക്കി. കാശില്ലാത്തവരെല്ലാം കഞ്ചാവ് വിറ്റിട്ടാണോടാ കാശുണ്ടാക്കുന്നത്? ഈ ബുദ്ധിയൊക്കെ എന്റെ മോൻ എവിടുന്നാ കിട്ടുന്നത്? നിന്റെ ആ കൂട്ടുകാരനാണോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അല്ല, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. അതിനാരെയും അമ്മ പഴി പറയാൻ നിൽക്കണ്ട. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നത്? അച്ഛൻ മരിച്ചു പോയിട്ടും അതിന്റെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? അച്ഛൻ മരിച്ചു പോയതിന്റെ കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലേ എനിക്കിതുപോലെ ഹരിയച്ഛന്റെ മുമ്പില് തെണ്ടേണ്ടി വരില്ലായിരുന്നു.